ഉത്തർപ്രദേശിനെയും അവിടെയുള്ള യുവാക്കളെയും അപമാനിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി. ഉത്തർപ്രദേശിൽ പര്യടനം നടത്തിയപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ കള്ളുകുടിച്ച് തെരുവിൽ കിടന്നുറങ്ങുന്ന യുവാക്കളെയും ലക്കുകെട്ട് നൃത്തം ചെയ്യുന്നവരെയുമാണെന്നാണ് ഒരു പൊതുസമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ട് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കെതിരെ എത്രമാത്രം വിഷമാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത്. കോൺഗ്രസിന്റെ ഭാവി അന്ധകാരത്തിലാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഉത്തർപ്രദേശിന്റെ ഭാവി വികസനത്തിലേക്ക് നീങ്ങുകയാണ്. മകനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അഭിപ്രായം പറയരുതെന്നെങ്കിലും അയാളോട് പറയണമെന്ന് സോണിയാഗാന്ധിയോടുള്ള തന്റെ ഉപദേശമായും സ്മൃതി ഇറാനി ഇത് കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ കേൾക്കുന്നത് സങ്കടകരമാണ്. നമ്മുടെ സംസ്കാരം പൊതുമദ്യപാനം അനുവദിക്കുന്നില്ല. തന്റെ കുടുംബത്തിലുള്ള ആരും പരസ്യമായി മദ്യപിക്കുന്നില്ല. അത് തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അത്തരം പരാമർശങ്ങളിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നായിരുന്നു ദിനേശ് പ്രതാപ് സിംഗ് പറഞ്ഞത്. എന്തായാലും കുറച്ചു നാളുകളായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഷ്ടകാലമാണ്. രാഹുൽ വാ തുറക്കുന്നത് തന്നെ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ്. ഇങ്ങനെയൊക്കെയാണ് രാഹുലിന്റെ പോക്കെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കടുത്ത വെല്ലുവിളി തന്നെയാകും. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കോൺഗ്രസ് എന്ന പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയിലുള്ള തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൂടി നടത്തിയാലോ? എന്താകും ആ പാർട്ടിയുടെ അവസ്ഥ? കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.